ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് സർവേ. ചരക്ക് നീക്കം, ആംബുലൻസ് സേവനം എന്നിവയ്ക്കാണ് റോപ്പ് വേ ഉപയോഗിക്കുക. പമ്പ ഹിൽ ടോപ്പ് മുതൽ മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപം വരെയാണ് നിർദ്ദിഷ്ട റോപ്പ് വേ. ഇതിനായി പമ്പയ്ക്കും സന്നിധാനത്തിനുമിടയിൽ 60 മീറ്റർ ഉയരത്തിൽ 5 ടവറുകൾ നിർമ്മിക്കണമെന്നും പദ്ധതിയിൽ പറയുന്നു. റോപ്പ് വേക്ക് 12 മീറ്റർ വീതിയും 2.8 മീറ്റർ നീളവും ഉണ്ടാകും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വനത്തിലെ 50 മരങ്ങളാണ് മുറിച്ചുമാറ്റുക. പദ്ധതി പൂർത്തിയാകുമ്പോൾ സന്നിധാനത്തേക്കുള്ള ചരക്കുനീക്കം അപകടരഹിതമാകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസായും ഉപയോഗിക്കും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പൂജാ സാമഗ്രികളും മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളും നിലവിൽ ട്രാക്ടർ മുഖേനയാണ് എത്തിക്കുന്നത്. ഇതൊഴിവാക്കി ഒരു റോപ്പ് വേ പ്രൊജക്റ്റ് മാസ്റ്റർ പ്ലാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ റോപ്പ് വേ പ്രൊജക്റ്റിൻ്റെ സർവേ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം മുൻപിനാലെ പൂർത്തീകരിച്ചിരുന്നു. 150 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2011 റോപ്പ് വേ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത്. 19 ആദ്യ സർവേ നടന്നെങ്കിലും വനംവകുപ്പ് എതിർത്തു. പുതുക്കിയ അലൈൻമെന്റ് വനംവകുപ്പിനും സ്വീകാര്യം. സർവേ സംഘത്തിലെ അഭിഭാഷക കമ്മീഷൻ മെയ് 23 ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.